ഇത് ഒരു ഗ്യാങ് വാർ കൂടിയാണ്. സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലൊരു സംഘം പുതുതായി രൂപം കൊണ്ടുവന്നിരിക്കുന്ന മോഹൻലാലിൻ്റെ കാര്യത്തിൽ കുത്തകാവകാശം സത്യം പറഞ്ഞാൽ കൊണ്ടു നടക്കുന്നത് അത് ആൻ്റണി പെരുമ്പാവൂർ ആശീർവാദ് സിനിമാസുമാണ്. അതിനകത്തേക്ക് എൻട്രൻസ് കിട്ടാത്തവരുടെ നിരാശ, പിന്നെ ഒന്ന് ഈ വിപണിയിൽ കിട്ടാത്ത സ്പേസിനെ കുറിച്ചുള്ള ഇച്ഛാഭംഗങ്ങൾ, പലതരം സംഗതികൾ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ അദ്ദേഹം വിളിച്ചു പറയുന്നു. സ്വാഭാവികമായും അത് അപ്പുറത്ത് പ്രൊവോക്കേഷൻ ഉണ്ടാക്കുന്നു. അവർ മറുപടി പറയുന്നു. ഇതാണ് കാണുന്നത്. പ്യുവർലി ഇത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്. അതിൽ ഒന്നാമത് മനസ്സിലാവുന്ന കാര്യം എന്താണ്? സുരേഷ് കുമാർ പറഞ്ഞ മലയാള സിനിമ ആകെ കുഴപ്പത്തിലാണ്, അതിജീവിക്കാൻ കഴിയാത്ത അപകടാവസ്ഥയിൽ അത് നിൽക്കുകയാണെന്ന് പറയുന്ന കാര്യം വസ്തുതാപരമല്ല എന്ന് നമുക്കിന്ന് മനസ്സിലായി. കാരണം എന്താണ്? വളരെ സജീവമായി പ്രൊഡക്ഷൻ രംഗത്തുള്ള ആൻ്റണി പെരുമ്പാവൂർ പറയുന്നു, ഇദ്ദേഹം പറയുന്നതോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ക്രൈസിസ് ഉള്ളതിനെക്കുറിച്ച് അയാൾ അഡ്മിറ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് ആൻ്റണി പറയുന്നു, ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ആൻഡോ ജോസഫിനെ പോലുള്ള സംഘടനാ തലപ്പത്തിരിക്കുന്ന ആളുകൾ തയ്യാറായിട്ടില്ല എന്നതിൻ്റെ അർത്ഥം അവർക്ക് വിയോജിപ്പുണ്ടെന്നാണ്. ആൻഡോ ജോസഫും ഇദ്ദേഹത്തെ അനുകൂലിച്ച് രംഗത്ത് വരുന്നില്ല. ആൻ്റണി പറയുന്നു ആൻഡോ ജോസഫിനോട് യോജിപ്പ്, എന്ന് വെച്ചാൽ ആൻഡോ ജോസഫിനെ പോലെ പ്രമുഖനായ പ്രൊഡ്യൂസർക്ക് സുരേഷ് കുമാർ പറഞ്ഞോട് യോജിപ്പില്ല. പ്രൊഡ്യൂസർമാരിൽ ഒരാൾ കൂടിയായിട്ടുള്ള നടനും പ്രൊഡ്യൂസറുമായിട്ടുള്ള പൃഥ്വിരാജ് സുകുമാരൻ വന്നിട്ട് എന്താണ് ഇദ്ദേഹത്തെ ഇന്നത്തെ പോസ്റ്റിനെ പൂർണ്ണമായി പിന്തുണച്ച് ഷെയർ ചെയ്യുന്നു. എന്ന് വെച്ചാൽ മലയാള സിനിമ മൊത്തം കുഴപ്പമാണെന്ന വികാരത്തെ കേരളത്തിലെ പ്രൊഡ്യൂസർമാരെല്ലാവരും ഷെയർ ചെയ്യുന്നില്ല. അത് ഇദ്ദേഹത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമാണ്. ഇദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നമ്മൾ അധികം പേരെ പ്രമുഖരായ ആരെയും കാണുന്നില്ല. രംഗത്ത് വരുന്ന ആളുകളാവട്ടെ പഴയ ആൾക്കാരും ഇപ്പോൾ സജീവമല്ലാത്ത ആളുകളും ഇപ്പോൾ സത്യത്തിൽ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒന്നും മുഖ്യധാരയിൽ വേണ്ടത്ര ഇടമില്ലാത്ത ആളുകൾ മാത്രമാണ് ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന പഴയ ജനറേഷൻ ആൾക്കാരാണ്. പുതിയ ജനറേഷനിൽ ആരെങ്കിലും ഇദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വരുന്നതായി കാണുന്നേയില്ല. അപ്പോഴാണ് പിന്നെ ഇങ്ങനൊരു പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ മലയാള സിനിമ മുഴുവൻ കുഴപ്പത്തിലാണ് എന്നുള്ള ആക്ഷേപം ഇദ്ദേഹം ഉന്നയിക്കാൻ കാരണം എന്താണ്? ഇന്നിപ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇന്നിപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ ദീർഘമായ ഈ ലേഖനം എഴുതുന്നതിന് ഒരു പ്രധാനപ്പെട്ട പ്രൊവോക്കേഷൻ അതിനകത്ത് തന്നെ ഉണ്ട്. ഞാൻ ചെയ്ത സിനിമയുടെ ബജറ്റ് പൊതുവേദിയിൽ പറയാൻ നിങ്ങൾ ആരാണ്? അതാണ് ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആൻ്റണി പെരുമ്പാവൂർ ഇത് വിട്ടുകളഞ്ഞാൽ. അപ്പോൾ ആ പ്രശ്നം അദ്ദേഹത്തെ ഹുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്താണെന്ന് വിശദീകരിക്കേണ്ട ബാധ്യത എന്താണുള്ളത്? ആ പ്രൊഡക്ഷൻ കോസ്റ്റിനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. അത് ഏത് സോഴ്സിൽ നിന്നെടുത്ത വിവരം എടുത്തിട്ടാണ് പറയുന്നത് അദ്ദേഹം ചോദിക്കുന്നു. ആ പ്രൊഡക്ഷൻ കോസ്റ്റ് റിവീൽ ചെയ്യുന്നതിന് പലതരത്തിലുള്ള ഫിനാൻഷ്യൽ റിസ്ക് എലമെൻറ്റ്സ് ഉണ്ടല്ലോ, ലീഗൽ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പെട്ടെന്ന് ഇദ്ദേഹം ഇതിനകത്ത് പ്രൊവോക്ഡ് ആയത്. വേറെയും കാരണങ്ങളുണ്ട്. മൊത്തം ഇൻഡസ്ട്രി കുഴപ്പമാണെന്ന് പറയുമ്പോൾ സുരേഷ് കുമാറിൻ്റെ ചൂണ്ടലുകൾ വേറെ പല സ്ഥലത്തേക്കാണ് പോകുന്നത് നമുക്കറിയാം. അപ്പോൾ എനിവേ എന്തായാലും ഇൻഡസ്ട്രി പൊതുവായി ഷെയർ ചെയ്യുന്ന ഒരു കാര്യമല്ല സുരേഷ് കുമാർ പറയുന്നത്. അപ്പോൾ പിന്നെ സുരേഷ് കുമാർ എന്തിനിത് പറയുന്നു എന്ന് നമുക്ക് ആലോചിച്ച് നോക്കണം. അപ്പോൾ കാണേണ്ട കാര്യമൊന്നും, സുരേഷ് കുമാർ പണ്ടത്തെ ഒരു വലിയ രേവതി കലാമന്ദിർ എന്ന് പറയുന്ന ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസിലെ പ്രധാനിയായിട്ടുള്ള പ്രതാപിയായ പ്രൊഡ്യൂസറാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് ആ പ്രതാപം ഇല്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രതാപത്തിൻ്റെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ മോഹൻലാലിനെ പോലുള്ള നടന്മാരുമൊക്കെ ചേർന്ന് പോയ ഒരു കാലമുണ്ട്. അദ്ദേഹത്തിനൊക്കെ മോഹൻലാലിൻ്റെ ഡേറ്റ് വളരെ പെട്ടെന്ന് കിട്ടുമായിരുന്ന, മോഹൻലാലിനെ ഒപ്പിച്ച് സിനിമകൾ ചെയ്തിരുന്ന, അവർ തിരുവനന്തപുരത്തെ മോഹൻലാൽ നേതൃത്വം കൊടുക്കുന്നതൊക്കെ വേണമെങ്കിൽ കരുതാമായിരുന്ന, അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അങ്ങനെ പ്രവർത്തിക്കുന്നതല്ല, കരുതാമായിരുന്ന ഒരു സംഘത്തിലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ മോഹൻലാലിൻ്റെ ഒരു എക്കോസിസ്റ്റം എന്താ പറയുക, ഒരു ഗ്രൂപ്പിനകത്ത് മോഹൻലാൽ കൊണ്ടു നടക്കുന്ന ഒരു വലയത്തിനകത്ത് സുരേഷ് കുമാറിനെ പോലുള്ള പഴയ ആളുകൾ ഇല്ല. ആൻ്റണി പെരുമ്പാവൂരാണ് ഇപ്പോൾ മോഹൻലാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആൻ്റണി പെരുമ്പാവൂർ പുതിയ സർക്കിൾ ഉണ്ടാക്കുകയും പുതിയ ചെറുപ്പക്കാരോടൊപ്പം ചേരുകയും പുതിയ ആളുകളെ കൊണ്ടുവരികയും സിനിമ ഉണ്ടാക്കുകയും പുതിയ പരീക്ഷണം നടത്തുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഒരു എൻട്രൻസ് ഇഷ്യൂ, ഐ തിങ്ക് ഒരു സ്പേസ് ഇഷ്യൂ എനിക്ക് തോന്നുന്നു അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവണം. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? എല്ലാവരും നിർമ്മാതാക്കളാവുകയാണ്. നടന്മാർ അവരുടെ സിനിമ നിർമ്മിക്കുന്നു, അവരുടെ ഷെയർ അവർ നിർമ്മാണത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു, അവർ ലാഭം ഉണ്ടാക്കുന്നു, വലിയ സിനിമകൾ ഉണ്ടാക്കി ഭയങ്കര പോക്ക് പോകുന്നു. ഈ പഴയ ആളുകൾക്ക് സിനിമയ്ക്ക് ഡേറ്റ് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, സിനിമ എടുത്ത് ഹിറ്റടിക്കാൻ പറ്റുന്നില്ല എന്ന പ്രശ്നം അവർ നേരിടുകയാണ്. അപ്പോൾ ഒന്ന്, ഫിനാൻഷ്യലി അവരുടെ സ്പേസ് നഷ്ടപ്പെടുന്നതിൻ്റെ, രണ്ട്, ഈ സിനിമാ മേഖലയിലെ ഉഗ്രപ്രതാപികളായി നിന്നതിൻ്റെ സ്പേസ് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പ്രശ്നം അവർ അഭിമുഖീകരിക്കുകയും അതൊരു ഇഷ്യൂ ആക്കി ഉയർത്തിക്കൊണ്ട് വരുന്നതാണ് ഇപ്പോൾ സംശയിക്കാൻ കാര്യം. കാരണം ആദ്യത്തെ അയാളുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, 100 കോടി എന്ന് പറയുന്നത് കള്ളമാണെന്ന് പുള്ളി പറയുന്നു. അപ്പോൾ 100 കോടി എന്നുള്ളത് അവകാശപ്പെടുന്നത് നിർമ്മാതാക്കൾ തന്നെയല്ലേ ചോദിക്കും. അത് പലതരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഞങ്ങൾ പറയേണ്ടി വരികയാണെന്ന് പറഞ്ഞ ബാലിശമായ വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. നിർമ്മാതാക്കൾ തന്നെയാണ് ഞങ്ങൾ 100 കോടി 200 കോടി ക്ലബ്ബിൽ കടന്നു എന്ന് പറയുന്നത്. ഇന്ന് ആൻ്റണി പറയുന്നു അത്രയും ക്ലബ്ബിൽ കടക്കുന്നു എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യമാണ്, എന്തിനാണ് അങ്ങനെ നടക്കുന്നില്ല എന്ന് നമ്മൾ ആക്ഷേപിക്കാൻ പോകുന്നു ചോദിക്കുന്നു. എന്ന് വെച്ചാൽ അത്രയും പൈസ കളക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ആൻ്റണി സമ്മതിക്കുന്നത്. ആൻ്റണിയെ പോലെ മറ്റു പലരും സമ്മതിക്കുന്നു. അപ്പോൾ സുരേഷ് കുമാറിൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു, സുരേഷ് കുമാറിന് പഴയ ജനറേഷന് അവരുടെ സ്പേസ് ഇല്ലാതായി. അതിപ്പോൾ നിർമ്മാണ മേഖലയിൽ മാത്രമൊന്നുമല്ല, മലയാള സിനിമയുടെ പല തട്ടുകളിലും പഴയ പ്രതാപശാലികളല്ല മലയാള സിനിമയെ കൊണ്ടു നടക്കുന്നത്. പിന്നെ സിനിമ മൊത്തം കുഴപ്പമാണ്, വിജയിക്കുന്നില്ല എന്നൊക്കെ അവർ ആരോടാണ് പറയുന്നത്? നമ്മളിത് കണ്ടുകൊണ്ടിരിക്കല്ലേ. ഇവർ മാത്രമല്ലല്ലോ, ഒരു സിനിമ മൊത്തം പരാജയപ്പെടുകയാണ്, ഇത്ര സിനിമകൾ മാത്രമേ വിജയിക്കുന്നുള്ളൂ. സിനിമ വളരെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ അജിംസ് പറഞ്ഞു, ക്വാളിറ്റി ഇല്ലാത്ത ഒരുപാട് സിനിമ വരുന്നുണ്ട്. അതേസമയം മലയാള സിനിമയുടെ സുവർണ്ണ കാലങ്ങളിലൊന്നും ഉറപ്പായും പറയാൻ പറ്റുന്ന കാലം ഇത്. എത്ര ഗംഭീര സിനിമ വരുന്നുണ്ട്.
എത്ര പുതിയ ചെറുപ്പക്കാർ സിനിമ അഭിനയ രംഗത്തും നിർമ്മാണ രംഗത്തും സംവിധാന രംഗത്തും അതിൻ്റെ ടെക്നിക്കൽ രംഗത്തെല്ലാം കടന്നു വരുന്നുണ്ട്. ഇടക്കാലത്തിന് ശേഷം മലയാള സിനിമ ഇത്രയും ഡെമോക്രാറ്റിക്കായ ഒരു കാലമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരുപാട് നവാഗത സംവിധായകർ വരുന്നു. അവർക്ക് ആദ്യ സിനിമകൾ തന്നെ ഹിറ്റടിക്കുന്നു. 1-2 സിനിമകളൊക്കെ ഹിറ്റടിക്കുന്ന ആളുകൾ വരികയും മലയാള സിനിമ പൂത്തുലയുന്നു എന്ന് എനിക്ക് തോന്നുന്ന സമയമാണ്. പിന്നെ ഇവർ ഈ പറഞ്ഞ ടെക്നിക്കൽ റീസൺസ് എടുത്ത് വെച്ചുകൊണ്ടുള്ള ഇത്ര പൈസ ഇവിടെ കിട്ടിയില്ല, സർക്കാരിൻ്റെ വിനോദ നികുതി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് എന്തുമാത്രം ഇൻഡസ്ട്രി ആകെ കുഴപ്പമാണെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന കാരണങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നതേയില്ല. ഇത് ഒരു ഗ്യാങ് വാർ കൂടിയാണ്. സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലൊരു സംഘം പുതുതായി രൂപം കൊണ്ടുവന്നിരിക്കുന്ന മോഹൻലാലിൻ്റെ കാര്യത്തിൽ കുത്തകാവകാശം സത്യം പറഞ്ഞാൽ കൊണ്ടു നടക്കുന്നത് അത് ആൻ്റണി പെരുമ്പാവൂരും ആശീർവാദ് സിനിമാസുമാണ്. അതിനകത്തേക്ക് എൻട്രൻസ് കിട്ടാത്തവരുടെ നിരാശ, പിന്നെ ഒന്ന് ഈ വിപണിയിൽ കിട്ടാത്ത സ്പേസിനെ കുറിച്ചുള്ള ഇച്ഛാഭംഗങ്ങൾ, പലതരം സംഗതികൾ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ അദ്ദേഹം വിളിച്ചു പറയുന്നു. സ്വാഭാവികമായും അത് അപ്പുറത്ത് പ്രൊവോക്കേഷൻ ഉണ്ടാക്കുന്നു. അവർ മറുപടി പറയുന്നു. ഇതാണ് കാണുന്നത്. പ്യുവർലി ഇത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്. മലയാള സിനിമ ഇൻഡസ്ട്രി അതിന് ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന ഒരു തർക്കമാണ് ഈ നടക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. പ്രേക്ഷകരായി നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ബോധേടാവേണ്ട ഒരു കാര്യവും അതിനകത്തുണ്ടെന്ന് തോന്നുന്നില്ല. അത് അവരുടെ അപ്പോഴത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പലതരം കാര്യങ്ങൾ ഉന്നയിക്കുന്നു, തർക്കം ഉണ്ടാക്കുന്നു. ചിലപ്പോൾ നാളെ അവർ നമ്മൾ യുണൈറ്റഡ് ആയേക്കാം, അവരൊരുമിച്ച് സിനിമ എടുത്തേക്കാം, മോഹൻലാലും സുരേഷ് കുമാറിൻ്റെ ഡേറ്റ് കൊടുത്തേക്കാം, ഇതൊക്കെ സംഭവിക്കാം. സോ അതുകൊണ്ട് പ്രേക്ഷകരെ സംബന്ധിച്ച് ബോധമല്ല. പ്രേക്ഷകനെ നിങ്ങൾ ഏത് സിനിമ ഉണ്ടാക്കിയാലും കൊള്ളാവുന്നതാണ് കാണും, കൊള്ളാത്തതാണെങ്കിൽ ഏത് ബ്രഹ്മാണ്ഡ സിനിമയാണെങ്കിലും എടുത്ത് കളയും. അതാണ് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. ലോകത്തെ വൻകിട സിനിമകൾ കണ്ടും ക്വാളിറ്റി സിനിമകൾ കണ്ടും നമ്മൾ പുതിയതരം പ്രേക്ഷകരായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് നല്ല സിനിമ ഉണ്ടാക്കൂ, വിജയിക്കൂ. അല്ലാതെ സിനിമ പരാജയപ്പെട്ടു പോകുന്നതിന് സർക്കാരിൻ്റെ വിനോദ നികുതിയാണെന്നും സർക്കാരെല്ലാം നമ്മളെല്ലാം നികുതി കൊടുക്കുന്നില്ല, കിട്ടുന്ന നമ്മളതിന് എല്ലാത്തിനും നികുതി കൊടുക്കേണ്ടി വരും. സർക്കാരിൻ്റെ വിനോദ നികുതിയാണ് കുഴപ്പം, അല്ലെങ്കിൽ നവാഗത പടത്തിൽ അഭിനയിക്കുന്നവർ തന്നെ നിർമ്മിക്കുന്നതാണ് കുഴപ്പം. ഇതൊക്കെ ഇതിൻ്റെ ലോജിക്ക് എന്താണ്? എനിക്ക് തോന്നുന്നത് അതാണ് ഈ പറഞ്ഞ ഈഗോ ഇഷ്യൂസ് അതിനകത്ത് പ്രധാനമായുണ്ട്.